നമസ്കാരം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ട്രോളാൻ വേണ്ടി ശ്രീജിത്ത് പണിക്കർ എന്ന സാമൂഹ്യ നിരീക്ഷകൻ കഴിഞ്ഞ ദിവസം ഇട്ട ചെറിയ ഒരു പോസ്റ്റ് വായിച്ചു തുടങ്ങാം. വാസ്തവത്തിൽ ട്രോളിനപ്പുറത്തേക്ക് കുറച്ച് സത്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് കോൺഗ്രസ്സുകാരെങ്കിലും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും വേണം. ഈ മനുഷ്യൻ എന്തൊരത്ഭുതമാണ്. ആയിരക്കണക്കിന് കാതം കാൽനടയായി രാജ്യമാകെ നടക്കുന്നു. സാധാരണക്കാർക്കൊപ്പം ജലാശയങ്ങളിലേക്ക് ചാടി ഊർജ്ജസ്വലതയോടെ നീന്തുന്നു. അണികൾക്കൊപ്പം ആവേശത്തിര സൃഷ്ടിച്ച് പ്രചരണവേളകളിൽ ആറാടുന്നു. അമ്പരപ്പിക്കുന്ന ചടുലതയോടെ മണിക്കൂറുകൾ നീളുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തുന്നു. വാക്ചാതുരിയുടെ പാരമ്യത്തിൽ ദീർഘനേരം പ്രവർത്തകർക്ക് മുന്നിൽ മായാജാലം തീർക്കുന്നു. അത് ഈ മനുഷ്യൻ ഒരു അത്ഭുതം തന്നെയാണ്. ഇനി വായിക്കാൻ പോകുന്ന ഒരു വരി ഒഴിച്ചാൽ ഇതിനെ നമുക്ക് പോസിറ്റീവായി കാണാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ രാഹുൽ ഗാന്ധിക്കുണ്ട്. അടുത്ത വരി എങ്ങനെയാണ്? രാഷ്ട്രീയമൊഴികെ മറ്റെന്തും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ബഹുമുഖ പ്രതിഭ, ഭാരത് രത്ന മെറ്റീരിയൽ. ഇതൊരു ട്രോളാണ്, പക്ഷെ ഇതിൽ കഥയുണ്ട്. രാഹുൽ ഗാന്ധി കഠിന പ്രയത്നം ചെയ്യുന്ന മിടുക്കനായ ഒരു മധ്യവയസ്കനാണ്. 1970 ജനിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ മധ്യവയസ്കൻ എന്ന് വിളിക്കുന്നത്. യുവാവെന്ന് വിളിക്കുന്നത് ഉചിതമല്ല. രാഹുൽ ഗാന്ധി മിടുക്കനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നന്നായി പണിയെടുക്കാൻ അറിയാം, രാജ്യം മുഴുവൻ നടന്നു, പ്രസംഗിക്കാൻ അറിയാം, വിഷയങ്ങൾ ഉയർത്താൻ അറിയാം. പക്ഷെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് മികവ് തെളിയിക്കാൻ കഴിയുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയം വഴങ്ങില്ല. പ്രത്യേകിച്ച് മറുഭാഗത്ത് ഇവിടെ നിൽക്കുന്നത് മോദി മുതൽ ഇങ്ങിവിടെ രാജീവ് ചന്ദ്രശേഖർ വരെ പ്രഗത്ഭരായ ഒരു നിര നേതാക്കളാണ്. ഇവർക്ക് മുമ്പിൽ വേണം രാഹുൽ ഗാന്ധി തൻ്റെ യുദ്ധം നയിക്കാൻ. അതിനുള്ള ശേഷിയും ശേമുഷിയും സംഘടനാ വൈഭവവും ജനങ്ങളുടെ പൾസുമൊന്നും രാഹുൽ ഗാന്ധിക്ക് വഴങ്ങുന്നില്ല. വാസ്തവം അതുതന്നെയാണ്. രാഹുൽ ഗാന്ധിക്ക് പറ്റിയ പണിയല്ല രാഷ്ട്രീയം. അതിന് രാഹുലിനെ പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. രാഹുൽ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചയാളാണ്. രാഹുലിന്റെ മുതുമുത്തശ്ശൻ ജവഹർലാൽ നെഹ്റുവിന് അധികാരം സ്വാഭാവികമായി വന്നു ചേർന്നതാണ്. നെഹ്റുവിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മറ്റ് നേതാക്കളിലേക്ക് അധികാരം കൈമാറുന്നതിന് പകരം നെഹ്റുവിന്റെ മകൾ ഇന്ദിരയ്ക്കും, ഇന്ദിരയ്ക്ക് ശേഷം ഇന്ദിരയുടെ മകൻ രാജീവിനും, രാജീവിന് ശേഷം രാജീവിന്റെ ഭാര്യ സോണിയയ്ക്കും, സോണിയ മടുത്തപ്പോൾ അത് മകൻ രാഹുലിനും കൈമാറി. അതുകൊണ്ട് തന്നെ രാഹുലിന് സാധാരണ മനുഷ്യരുടെ വികാരമോ ശബ്ദമോ അറിയില്ല. എന്നും വലിയ സുരക്ഷാ സന്നാഹങ്ങൾക്കൊടുവിൽ അത്യാഡംബര സൗകര്യങ്ങൾക്ക് നടുവിൽ ജീവിച്ച മനുഷ്യന് സാധാരണ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയില്ല. രാഹുൽ രാഷ്ട്രീയക്കാരനായി ജനിച്ചതല്ല, രാഷ്ട്രീയം രാഹുൽ തൊഴിലായി സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന് ഈ നാടിന്റെ പൾസറിയാൻ കൃത്യമായ രാഷ്ട്രീയ തന്ത്രം ഉയർത്താനുള്ള കെൽപ്പില്ല. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിലിപ്പോഴത്തെ BJP-കാരും CPM-കാരും മുസ്ലിം ലീഗുകാരും പാകിസ്ഥാനികളും ഒക്കെ ഉണ്ട്. അവർ ഒരുമിച്ച് പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യം തുടരാൻ അനുവദിച്ചത് കോൺഗ്രസ് എന്ന പാർട്ടിക്കായിരുന്നു. അങ്ങനെ രാജ്യം മുഴുവൻ കോൺഗ്രസിന് അടിവേരുകളുണ്ടായിരുന്നു. എന്നാൽ അരനൂറ്റാണ്ടിലേറെ അധികാരം കൈവശപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വേരുകൾ ചീഞ്ഞുപോയി. ആ വേരുകൾ ഇരിക്കുന്നിടത്തേക്ക് പതിയെ പതിയെ BJP എന്ന താരതമ്യേന പുതിയ രാഷ്ട്രീയ പാർട്ടി വേരുകൾ ആഴ്ത്തി പടർന്നു. ആ വേരുകൾ ഇന്ന് ഇന്ത്യയിലെ സകല ഗ്രാമങ്ങളിലും സകല നഗരങ്ങളിലുമുണ്ട്. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിര തന്നെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം സമൃദ്ധവും സമ്പന്നവുമാണ്. അവിടെ പഴയ അധികാര കൈമാറ്റത്തിലൂടെ അധികാരം സിദ്ധിച്ച രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ച് അനുഭവ പരിചയം കമ്മിയായിരിക്കുമ്പോൾ. ഇന്ന് രാജ്യത്തെ അവസ്ഥ നോക്കുക. 2-3 സംസ്ഥാനത്ത് മാത്രമാണ് കോൺഗ്രസിന് അധികാരമുള്ളത്. എന്നാൽ ബാക്കി എല്ലായിടത്തും BJP അല്ല. കേരളത്തിൽ CPM-ഉം തമിഴ്നാട്ടിൽ DMK-യും ഭരിക്കുന്നത് പോലെ പലയിടങ്ങളിലും പ്രാദേശിക പാർട്ടികൾ നേരിട്ടോ അല്ലെങ്കിൽ BJP-യുടെ പങ്കാളിത്തത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ കോൺഗ്രസ് നാമമാത്രമാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നും കോൺഗ്രസിന് ഇനിയൊരു തിരിച്ചുവരവ് അസാധാരണമാണ്. കാരണം പ്രാദേശിക പാർട്ടികളെ കൂടെ ചേർത്തോ അല്ലെങ്കിൽ പിഴുതെറിഞ്ഞോ അവിടങ്ങളിലേക്കൊക്കെ BJP പതിയെ പതിയെ വേരുകൾ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. BJP-ക്ക് അറിയാം എങ്ങനെയാണ് സംഘടന കെട്ടിപ്പടുക്കേണ്ടതെന്ന്. BJP-യെ സംരക്ഷിക്കാൻ വലിയൊരു ആവരണം പോലെ RSS എല്ലായിടത്തുമുണ്ട്. ഒരു MLA പോലും ഇല്ലാത്ത കേരളത്തിലാണ് RSS-ന് ആദ്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉണ്ടായത് എന്നറിയുമ്പോൾ തിരിച്ചറിയാൻ കഴിയും RSS-ന്റെ കരുത്ത്. അവിടെ പിടിച്ചു നിൽക്കാൻ രാഹുലിനെ പോലൊരു നേതാവിന് സാധ്യമല്ല. വരുന്ന ഒരു 4 നൂറ്റാണ്ടെങ്കിലും BJP രാജ്യം ഭരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അല്പം തിരിച്ചടി നേരിട്ടെങ്കിലും ആ ക്ഷീണമൊക്കെ അകറ്റിയാണ് BJP വളർന്നു പന്തലിക്കുന്നത്. രാജ്യസുരക്ഷയും സുസ്ഥിര വികസനവും കണക്കിലെടുക്കുമ്പോൾ നിഷ്പക്ഷ സമൂഹം പോലും BJPയുടെ ഭരണം തന്നെ തുടരട്ടെ എന്ന് ആഗ്രഹിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അതേസമയം BJPയുടെ അതിരുവിട്ടുള്ള വളർച്ച, പ്രതിപക്ഷമില്ലാത്ത തരത്തിലുള്ള വളർച്ച ജനാധിപത്യത്തിന് ഒട്ടും ഉചിതമല്ല. ഈ നാട് ഭരിക്കാൻ ഏറ്റവും യോഗ്യത BJPക്കാണെന്നും അവരുടെ ഭരണത്തിൽ രാജ്യം ഏറെ മെച്ചപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോഴും ദുർബലമായ പ്രതിപക്ഷം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അപകടപ്പെടുത്തും എന്ന് ഭയപ്പെടുന്നവരുടെ കൂടെ തന്നെയാണ് ഞാൻ. പ്രതിപക്ഷം ഇവിടെ ഉണ്ടാവണം ഒരു തിരുത്തൽ ശക്തിയായി. പ്രതിപക്ഷം ദുർബലമായാൽ എത്ര നന്നായി ഭരിച്ചാലും വീഴ്ച പറ്റാൻ എളുപ്പമാണ്, പ്രത്യേകിച്ച് മോദിക്ക് ശേഷം. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു ശക്തമായ പ്രതിപക്ഷ പാർട്ടിയായി ഉയർന്നു വരേണ്ടത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അങ്ങനെ ഉയർന്നു വന്ന് അവരുടെ തെറ്റുകൾ തിരുത്തുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അത്തരമൊരു നേതൃത്വം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിക്ക് ശേഷിയില്ല. രാജ്യത്തെ 80% വരുന്ന ഹിന്ദുക്കളെ അംഗീകരിക്കാതെ, അവരുടെ വികാരം കണക്കിലെടുക്കാതെ, അവരുടെ രാഷ്ട്രീയം ഉൾക്കൊള്ളാതെ കോൺഗ്രസിന് ഇനി ഒരിക്കലും ഈ രാജ്യത്ത് പുതിയ വേര് പിടിപ്പിച്ചെടുക്കാൻ സാധ്യമല്ല. നിർഭാഗ്യവശാൽ ഹിന്ദു വിശ്വാസവും ഹിന്ദു ഐഡിയോളജിയും ഭാരതീയ സംസ്കാരവുമൊക്കെ BJPക്കും RSSനും തീറെഴുതി കൊടുത്ത് ഹിന്ദു വിരുദ്ധ വേഷം കെട്ടുകയാണ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്. ആ നിലപാട് തിരുത്താതെ കോൺഗ്രസിനെ ക്ലച്ച് പിടിക്കുക സാധ്യമല്ല. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു വിരുദ്ധ നിലപാടിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ 2 ഹൈന്ദവ ആഘോഷങ്ങൾ നടന്നപ്പോൾ പാലിച്ച അകലമാണ്. അയോധ്യയിൽ ക്ഷേത്രപൂജ നടത്തിയപ്പോഴും കുംഭമേള നടന്നപ്പോഴും രാഹുൽ ഗാന്ധി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഈ 2 മഹാ ഉത്സവങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദു വിശ്വാസികളുടെയും ഉത്സവങ്ങളായിരുന്നു എന്നോർക്കണം. ഇത്തരത്തിൽ ഹിന്ദു വിരുദ്ധമായ നിലപാടുകൾ തിരുത്താതെ, ഹൈന്ദവ സംസ്കാരത്തെ ചേർത്ത് പിടിക്കാതെ രാഹുലിനോ മറ്റാർക്കുമോ കോൺഗ്രസിനെ ഇനി ഉയർത്തിക്കൊണ്ടുവരിക സാധ്യമല്ല. രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ BJPയോടും മോദിയോടുമുള്ള വിരോധം തീർക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്നത് ഒട്ടും രാഷ്ട്രതന്ത്രജ്ഞതയല്ല. 2 ഉദാഹരണങ്ങൾ നോക്കാം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യമുണ്ടായപ്പോൾ കട്ടയ്ക്ക് ഇന്ത്യക്കൊപ്പം നിൽക്കുക, ഭരണകൂടത്തിനൊപ്പം നിൽക്കുക എന്ന നിലപാടെടുക്കാതെ പാകിസ്ഥാൻ ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ വീഴ്ത്തി എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് രാഹുൽ ശ്രമിച്ചത്. അങ്ങനെ ആയിരുന്നില്ല രാഹുൽ ചെയ്യേണ്ടത്. പാകിസ്ഥാനെ കട്ടയ്ക്ക് എതിർത്തുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തിലും നേട്ടത്തിലും ആത്മവിശ്വാസത്തോടെ ഉൾപ്പൊളകം കൊള്ളുകയായിരുന്നു രാഹുൽ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാത്തിടത്തോളം കാലം രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ അംഗീകരിക്കാൻ ദേശസ്നേഹികൾക്ക് കഴിയാതെ പോവും. ഇന്ത്യയോടുള്ള വിരോധം നിമിത്തം ഇന്ത്യയുടേത് ഡെഡ് എക്കണോമിയാണ്, ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ ട്രംപ് പോയി അമേരിക്കയുടെ കാര്യം നോക്കൂ, ഞങ്ങൾ ഇന്ത്യക്കാർ ഇന്ത്യയുടെ കാര്യം നോക്കിക്കോളാം എന്ന് പറയേണ്ട രാഹുൽ ഗാന്ധി പകരം ചെയ്തതോ ട്രംപിനെ പിന്തുണച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചത്തതാണെന്ന് പ്രഖ്യാപിച്ചു. ഇത്തരത്തിൽ സാധാരണ മനുഷ്യർക്ക് ദേശസ്നേഹം എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ എതിർ നിലപാടെടുക്കുന്നത് ഒരു തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരന് ചേരുന്നതല്ല. ഇത്തരം നിലപാടുകളൊക്കെ തിരുത്തി രാജ്യത്തിന്റെ രക്ഷകനാണ്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, രാജ്യസ്നേഹിയാണ് എന്ന് വ്യക്തമാക്കാത്തിടത്തോളം കാലം രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കാൻ സാധ്യമല്ല. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനെ രാജ്യം മുഴുവൻ കയ്യടിയോടെ സ്വീകരിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് അധികാരത്തിൽ വന്നാൽ നിരോധനം പിൻവലിക്കുമെന്നാണ്. രാജ്യത്ത് നടക്കുന്ന ഭീകരാക്രമണങ്ങളെ ശക്തമായി എതിർക്കാൻ, ഇസ്ലാമിക ഭീകരവാദത്തെ തള്ളിപ്പറയാൻ രാഹുൽ ഗാന്ധിക്ക് ഭയമാണ്. ഇടത് ഇസ്ലാമിക വോട്ട് ബാങ്കിനെ ഭയന്ന് രാഹുൽ ഗാന്ധി നിലപാടെടുക്കുമ്പോൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നത് ഭൂരിപക്ഷ വോട്ട് ബാങ്കാണ്. ഇത്തരം തെറ്റുകൾ തിരുത്താനുള്ള രാഷ്ട്രീയ വിവേകം രാഹുലിനില്ല. രാഹുൽ ഒരു വോക്കിസ്റ്റ് രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു. ജോർജ് സോറോസിന്റെ കയ്യിലെ പാവയാണ് രാഹുൽ എന്ന് BJP ആരോപിക്കുമ്പോൾ അല്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമൊന്നും രാജ്യത്തില്ലാതാകുന്നു. രാഹുൽ ചെയ്യേണ്ടത് ഇനിയും ഈ പരിശ്രമം ഉപേക്ഷിച്ച് അറിയാവുന്ന പണി ചെയ്യുകയാണ്. രാഹുൽ നല്ല മനുഷ്യനും നല്ലൊരു കമ്പനി സിഇഒയും ആണെന്ന് പറയപ്പെടുന്നു. അതിൽ തെറ്റൊന്നുമില്ല. കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ രാഹുലിന് ഇത്ര കാലം കഴിയാതിരുന്നത് കൊണ്ട് 20 വർഷമായി പ്രവർത്തിച്ചിട്ടും കോൺഗ്രസിന്റെ സ്ഥിതി അധോഗതിയായതുകൊണ്ട് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് പതിയെ സ്ഥാനമൊഴിഞ്ഞ് പുതിയ തലമുറയ്ക്ക് വേദിയൊരുക്കി കൊടുക്കുകയാണ്. കോൺഗ്രസിൽ സമഗ്രമായ അഴിച്ചുപണി നടന്നില്ലെങ്കിൽ
രാഹുൽ ഗാന്ധി തനിക്ക് പറ്റാത്ത ഈ ചുമട് താഴെ വെച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഗതി അധോഗതി തന്നെ. BJPയും RSSും പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ ചിരകാലം ഭാരതം ഭരിക്കുന്ന കാലമാണ് രാഹുൽ സൃഷ്ടിച്ചു കൊടുക്കുന്നത്.